ഈ തെരഞ്ഞെടുപ്പ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പാർട്ടി ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. UDF ഒരു തിരിച്ചുവരവ് നടത്താൻ പോകുന്നു. കോൺഗ്രസ് പാർട്ടി കേരള LDF. മാറ്റം എല്ലായ്പ്പോഴും ഒരേ ഗവൺമെന്റ് തുടരുന്നത് ആർക്കും ഇഷ്ടമല്ല. അത് ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ്. നമസ്കാരം. വരാനിരിക്കുന്ന 4 വലിയ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും ആരാണ് വിജയിക്കുന്നതെന്ന് ഞങ്ങൾ വിശകലനം ചെയ്യുന്ന ഞങ്ങളുടെ ഇലക്ഷൻ കൗണ്ട് ഡൗൺ ഷോകളിൽ ആദ്യത്തേതിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിശകലനം ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഓരോ സംസ്ഥാനത്തും യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമുള്ള വോട്ടർമാരുമായി സംസാരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വോട്ടർമാരിൽ നിന്ന് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ പാർട്ടി നേതാക്കളോട് അവരുടെ പാർട്ടിയുടെ തന്ത്രങ്ങളെക്കുറിച്ചും അത് ആ സംസ്ഥാനത്ത് അവരുടെ വിജയത്തിലോ പരാജയത്തിലോ കലാശിക്കുമോ എന്നും ചോദിക്കുന്നു. ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ഇവിടെ പ്രചാരണം തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ആരാണ് വിജയിക്കുന്നത്? എന്തുകൊണ്ട്? തുടർച്ചയുടെ ഭാഗമായി കേരളം ഒരുപാട് വികസിച്ചു. തുടർച്ചയുടെ ഭാഗമായി അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബിസിനസ് രംഗത്ത് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാം റാങ്ക് കേരളത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാമായി ലോകത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് ആധുനിക ലോകത്തോട് മത്സരിക്കാൻ കഴിയുന്ന ഒരു വികസിത സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ LDFനെ പിന്തുണച്ചു. ജനങ്ങൾ പൂർണ്ണമായും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭൂരിപക്ഷം കൂട്ടി, എല്ലാ സ്ഥാനാർത്ഥികളും. അതൊരു തുടർച്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് തുടരുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായി പ്രവർത്തിക്കില്ല. കാരണം ചില വ്യക്തിപരമായ സ്ഥാനാർത്ഥികളുടെ സ്വാധീനം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകും. വലിയ തലത്തിൽ, ഭീമമായ തലത്തിൽ ആ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കും. അതാണ് കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് വരുമ്പോൾ എല്ലാം മാറും. അവരാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അതിജീവനം ആഗ്രഹിക്കുന്നത്. അവർ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. അവർക്ക് കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നത്. അവർക്ക് ഇത് വ്യക്തികളെ, ഈ ഏകാധിപത്യവുമെല്ലാം ഇഷ്ടമല്ല. കേരള രാഷ്ട്രീയത്തിൽ BJPയും NDAയും ഒറ്റപ്പെട്ടവരും അപ്രസക്തരുമാണ് എന്ന ആശയം അല്ലെങ്കിൽ ആഖ്യാനം അതായിരുന്നു ആ ചർച്ചകളെല്ലാം. അതിന് മാറ്റം വന്നുപോകും. ആദ്യം 2024, പിന്നെ 2025 തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ 45 വർഷത്തോളം ഇടതുപക്ഷം ഒരു കുത്തക പോലെ കരുതിയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ അവരിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ BJPയിൽ ഞങ്ങൾ 2019 ഏകദേശം 15% നേടി. 2024 ഞങ്ങൾ 20% നേടി. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് വിഹിതത്തിൽ സ്ഥിരമായ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രതിഭാസം കാണാൻ ഞങ്ങൾ പ്രതീക്ഷിക്കും. ഈ രാജ്യത്ത് മുഴുവൻ സമുദായങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ വിദ്വേഷമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഓരോ മതവും മറ്റുള്ളവയുമായി ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. അത് പലപ്പോഴും പുറത്തു നിന്നുള്ളവരെ ഇതൊരു ഏകജാതീയ മതമുള്ള സംസ്ഥാനമാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശരിയല്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മുസ്ലിങ്ങൾ ഏകദേശം 27 മുതൽ 29% വരെയാണ്. ക്രിസ്ത്യാനികൾ ഏകദേശം 18 മുതൽ 19% വരെയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ മൊത്തം ജനസംഖ്യയുടെ 46 മുതൽ 47% വരെ വരും. അതുകൊണ്ട് ഭൂരിപക്ഷമായ ഹിന്ദു വോട്ടർമാർ, യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം എന്നത് വോട്ടർമാരുടെ 53 or 54% മാത്രമാണ്. ഇന്ത്യയിലെ ഏതൊരു പ്രധാന സംസ്ഥാനത്തെക്കാളും ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ ജനസംഖ്യയുള്ള സംസ്ഥാനമാക്കി ഇത് കേരളത്തെ മാറ്റുന്നു. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ 3 മതങ്ങളിലെയും വോട്ടർമാർ വളരെ വ്യത്യസ്തമായാണ് വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം, ഏകദേശം 58% പേർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന് അഥവാ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് വോട്ട് ചെയ്തു. അതിലും വളരെ കുറഞ്ഞ 37% പേർ മാത്രമാണ് CPM നേതൃത്വത്തിലുള്ള LDFന്, അതായത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് വോട്ട് ചെയ്തത്. ക്രിസ്ത്യാനികളും ബഹുഭൂരിപക്ഷമായി 57% പേർ UDFന് വോട്ട് ചെയ്തു. അവരിൽ 37% പേർ മാത്രമാണ് LDFന് വോട്ട് ചെയ്തത്. ഇനി ഹിന്ദു സമൂഹം ഏകദേശം 49% LDFനാണ് വോട്ട് ചെയ്തത്. അതാണ് ഏറ്റവും ഉയർന്നത്. UDFന് 25% മാത്രവും
ഹിന്ദുക്കളിൽ വെറും 21% പേർ BJP നേതൃത്വത്തിലുള്ള NDAയ്ക്കും വോട്ട് ചെയ്തു. ചുരുക്കത്തിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് പ്രധാനമായും ഹിന്ദു വോട്ടർമാരുടെ പിന്തുണയോടെയാണ്. അതേസമയം UDF തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് പ്രധാനമായും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണയോടെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് മാറ്റം വരുമോ എന്നും ഞങ്ങൾ പല നേതാക്കളോടും ചോദിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദു വോട്ടുകളും ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിന് ശേഷം ഹിന്ദു സമുദായം നല്ല നിലയിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് കൂടുതൽ ഹിന്ദു വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു. LDFോ BJPയോ അല്ല, ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ ഈ സീറ്റുകളെല്ലാം ഹിന്ദു ഭൂരിപക്ഷ സീറ്റുകളാണ്. ഹിന്ദു, മലബാർ അതിലുപരി പല സീറ്റുകളിലും അതിലുപരി മുസ്ലിം വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ നമുക്ക് കാണാം. 20 സീറ്റുകളിൽ 18 സീറ്റുകളും ഞങ്ങൾ വിജയിച്ചു. ഹിന്ദുക്കൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകളുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗത്തിലുള്ള പിന്തുണയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഞങ്ങളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ അല്പം അകറ്റി നിർത്തിയിരുന്നു ആ കാലത്ത്. എന്നാൽ നാടിൻ്റെ അനുഭവം, രാജ്യത്തിൻ്റെ അനുഭവം എല്ലാം ന്യൂനപക്ഷങ്ങളെ മാറി ചിന്തിപ്പിച്ചു. രാജ്യത്തുണ്ടായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾക്കെല്ലാം ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചത് ഞങ്ങളാണ്. മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർഗീയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ആ വർഗീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ, ആ വർഗീയ സംഘടനകളെ പ്രതിരോധിക്കാൻ ജീവൻ കൊടുത്തത് ഞങ്ങളുടെ സഖാക്കളാണ്. അപ്പോൾ അവരിതെല്ലാം കാണുകയാണ്. ജീവൻ കൊടുക്കുന്നത് ഇവർ, കേസിൽപ്പെടുന്നത് ഇവർ, ജയിലിലടക്കപ്പെടുന്നത് ഇവർ, മറ്റു തരത്തിലുള്ള വിഷമങ്ങൾ സഹിക്കുന്നത് ഇവർ. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവരുമായിട്ട് അകന്നു നിൽക്കുന്നത് എന്നൊരു ചിന്ത അവരിൽ സ്വാഭാവികമായിട്ടുണ്ടായി. ഇതിൻ്റെയൊക്കെ ഭാഗമായി നല്ല മാറ്റം ഞങ്ങൾക്ക് അനുകൂലമായി വന്നു. അതുകൊണ്ട് ബാജ്, ന്യൂനപക്ഷ വോട്ട്, ഹിന്ദു വോട്ട് ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സമുദായം 100% വോട്ട് ചെയ്യും എന്നൊന്നുമില്ല. അത് 60, 65, 55 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഹിന്ദുക്കൾ ഏത് ഭാഗത്തേക്ക് ചായുന്നു, ന്യൂനപക്ഷങ്ങൾ എങ്ങനെ മാറുന്നു എന്നത് ഈ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമായേക്കാം. 21 മുതൽ 24 വരെ പിന്നീട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും സ്വാധീനം നഷ്ടപ്പെട്ട ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സവർണ ഹിന്ദുക്കളുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ പിന്തുണയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതിനൊരു പങ്ക് തിരികെ പിടിക്കണമെന്ന് അവർക്ക് ആശങ്കയുണ്ട്. കാരണം UDFനാണ് എല്ലാ പിന്തുണയും ലഭിക്കുന്നതെങ്കിൽ അവർക്ക് സീറ്റുകൾ നേടുന്നത് വളരെ പ്രയാസമാകും. കേരളത്തിൽ ഒരു തരത്തിൽ കൂടുതൽ വ്യാപകമായ പിന്തുണ നേടുന്നതിനും വോട്ടർമാരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനുമായി സമുദായങ്ങൾ സ്വയം മാറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നേതാക്കന്മാർ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് ആദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവരിൽ ഒരാൾ ഒരു ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരു ഹിന്ദുവാണ്. ഇപ്പോൾ ഇതിനെതിരെ ലീഗിലെ ഒരു വിഭാഗം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ഇതിനെതിരാണെന്ന് അവർ പറയുന്നു. അവർ തങ്ങളുടെ അനുയായികളോട് ഇടതുമുന്നണി സർക്കാരിനെയോ LDFനെയോ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ മാറാൻ ശ്രമിക്കുകയാണ്. ഗൾഫിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ തങ്ങളുടെ ആളുകളെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാമെന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണത്തിനും ഫണ്ടിനും ഒരു ഞെരുക്കമുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ വോട്ട് ചെയ്യാൻ വിമാനങ്ങൾ ചാർട്ടർ ചെയ്തു വരുന്ന ആളുകളുടെ കാര്യത്തിൽ മുസ്ലിം വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള പ്രദേശം മലപ്പുറവും സമീപ പ്രദേശങ്ങളും എന്ന് പരക്കെ അറിയപ്പെടുന്ന വടക്കൻ മധ്യമേഖലയാണ്. ഇവിടെ വോട്ടർമാരിൽ 57% മുസ്ലിങ്ങളാണ്. അതിൻ്റെ ഫലമായി UDFന് 49% വോട്ട് ലഭിക്കുന്നു. ഇത് അവരുടെ കേരളത്തിലെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. LDFന് ലഭിക്കുന്നത് 40%. അങ്ങനെ 49ഉം 40ഉം. കൂടാതെ ഈ മേഖലയിൽ 20 സീറ്റുകളിൽ 17 എണ്ണത്തിലും UDF വിജയിക്കുന്നു. LDFന് 20ൽ 3 എണ്ണം മാത്രം ലഭിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ UDFന്റെ സഖ്യകക്ഷിയായി 26 സീറ്റുകളിൽ മത്സരിക്കുന്ന IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ
ഇത് ഈ തിരഞ്ഞെടുപ്പുകളിലെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റുന്നു. IUML UDFന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക മുൻഗണനകളുണ്ടോ, അല്ലെങ്കിൽ UDFൽ നിന്ന് വ്യത്യസ്തമായതും ജനങ്ങളോട് പറയേണ്ടതുമായവ? കാരണം നിങ്ങൾ കേരള സംസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതെ, തീർച്ചയായും. കാരണം എല്ലായിടത്തും നിങ്ങൾക്ക് ന്യൂനപക്ഷ രാഷ്ട്രീയം കാണാൻ കഴിയും. എന്തുകൊണ്ട് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം പ്രയോഗിക്കപ്പെടുന്നത്? കാരണം ഭൂരിപക്ഷവാദ പാർട്ടികൾ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കില്ല. അതുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം. ഇവിടെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിലിരുന്നിട്ടുണ്ട്. പിന്നെ ഈ സമൂഹം ഇവിടെ ഇത്ര ശക്തമായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 30 മുതൽ 40 വർഷമായി കേരളത്തിൽ IUML അധികാരത്തിലുണ്ട് എന്നതാണ്. നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് സംഭവിച്ചത്. കാരണം 30 മുതൽ 40 വർഷം മുൻപ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരു സമുദായമായിരുന്നു ഇത്. പക്ഷേ IUML കോൺഗ്രസിനൊപ്പം അധികാരത്തിലുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക സംവിധാനം കാരണം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ സമുദായം പുരോഗമിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാം, കേരളത്തിൽ ഇവിടെ ഒരു ന്യൂനപക്ഷ സമുദായത്തെയും ഭൂരിപക്ഷ സമുദായത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ പോലും കഴിയില്ല. അതാണ് കേരളത്തിന്റെ ഭംഗി. ഇന്നത്തെ എൻ്റെ വിലയിരുത്തൽ, ഇത് എൻ്റെ വിലയിരുത്തലാണ്. അതിനാൽ വ്യക്തമായും ഇത് പക്ഷപാതപരമാണ്. ഇത് പക്ഷപാതപരമല്ലാത്തതല്ല. അവരേകദേശം 40-45 കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ്. ആ 40-45 ഒരു വലിയ ഭാഗം മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളാണ്. ഇന്ന് UDFലെ ഉറപ്പുള്ള ഒരേയൊരു വിജയി മുസ്ലിം ലീഗാണ്. അതിൻ്റെ കാരണവും ഞാൻ നിങ്ങളോട് പറയാം. മുസ്ലിം ലീഗ് ഒരു നല്ല സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനൊപ്പമുള്ള സഖ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മുൻപ് മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അത് വിഭജിക്കപ്പെടില്ലെന്നും അതിനാൽ ആ മേഖലയിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുമാണ് അവരുടെ അനുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉമ, നിങ്ങൾ IML നേതാക്കളുമായി ദീർഘനേരം സംസാരിച്ചു. ഒരു കാര്യത്തിൽ അവരെല്ലാം വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉപമുഖ്യമന്ത്രിയെ ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾ മന്ത്രിമാരെ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരുന്നുണ്ടോ? വളരെ വ്യക്തമായി അതെ. ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾക്ക് രഹസ്യമായ ധാരണകളൊന്നുമില്ല എന്ന് IUML പറയുന്നത് ഇവർ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും അല്ലെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി പദം പോലും കൈക്കലാക്കുമെന്ന് ക്രിസ്ത്യൻ സമുദായത്തിന് ഭീഷണി തോന്നാതിരിക്കാൻ ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് IUML വളരെ ശ്രദ്ധയോടെയാണ് സ്വയം നിലയുറപ്പിക്കുന്നത്. ഒരു വർഗീയ സംഘടനയായി പോലുമല്ല. ഷീഗ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ കൊണ്ടുവന്നും അവിടെ മത്സരിക്കാൻ ഒരു അമുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയെ കൊണ്ടുവന്നും അവർ ഒരു മതേതര സംഘടനയാകാൻ ആഗ്രഹിച്ചു. വാസ്തവത്തിൽ IUMLന് വളരെ ഉയർന്ന വിജയ സാധ്യതയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ചില ഭിന്നതകൾക്ക് കാരണമാകുന്നുണ്ടെന്നും കരുതുന്ന ചിലരുണ്ട്. ശരിയാണ്. അതിലൊരു ഭാഗം LDFലേക്ക് മാറിയേക്കുമെന്ന് അവർക്ക് തോന്നുന്നു. ശരി. കാരണം അവർക്ക് ആശങ്ക ജമാഅത്തിനെ കുറിച്ചാണ്, IUMLനെ കുറിച്ചല്ല. ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പ്രദേശം കേരളത്തിൻ്റെ തെക്ക് മധ്യഭാഗമാണ്. ഇവിടെ ജനസംഖ്യയുടെ 39% ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ UDFൻ്റെ വോട്ട് വിഹിതം ഉയർന്ന 41%. LDFനേക്കാൾ 2% മാത്രം പിന്നിൽ. സമുദായം വോട്ട് ചെയ്യുന്ന രീതിയിൽ ഐക്യമുണ്ടോ? അതായത് ഇപ്പോൾ BJPയും സമുദായത്തെ സമീപിക്കുന്നുണ്ട്, ഒരുപക്ഷെ UDF ക്രിസ്ത്യാനികളെക്കാൾ മുസ്ലിം സമുദായത്തിന് മുൻഗണന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഞങ്ങൾ എപ്പോഴും സമദൂര നയം പാലിക്കുന്ന ഒരു സമുദായമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സമദൂരം പാലിക്കുക എന്നതാണ് ഞങ്ങളുടെ ഔദ്യോഗിക നയം. തുല്യദൂരം എന്നാൽ നയങ്ങളെയും മൂല്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിലും മുന്നണികൾക്ക് മുന്നിലും വെക്കും. അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ദൂരം നിശ്ചയിക്കും. ദൂരം തുല്യദൂരത്തിൽ നിന്ന് മാറിയേക്കാം, അതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. എന്നാൽ അത് മുന്നണികൾ സ്വീകരിക്കുന്ന മൂല്യങ്ങളെയും നയങ്ങളെയും ആശ്രയിച്ചിരിക്കും. പരമ്പരാഗതമായി ക്രിസ്ത്യൻ വോട്ടുകളുടെ ഭൂരിപക്ഷവും UDFനാണെന്നാണ് ധാരണ എന്ന് തോന്നുന്നു. അതെ, പരമ്പരാഗതമായി ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരും സിറോ മലബാറും തുടങ്ങിയവർ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ആയിരുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് UDFന് പരമ്പരാഗത വോട്ടുകൾ ലഭിച്ചില്ല. അതിനിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ആ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ക്രിസ്ത്യാനികളിലെ ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യത്യാസമുണ്ടായേക്കാം. 2 പ്രവണതകൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന് പുതിയ പ്രവണതകളാണ്. അതായത് ക്രിസ്ത്യാനികൾ പെട്ടെന്ന് മുസ്ലിം വിരുദ്ധരാകുന്നു. ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അതൊരു ആശങ്കാജനകമായ പ്രവണതയാണോ? നോക്കൂ, നിങ്ങൾക്കറിയാമല്ലോ, എല്ലായിടത്തും അവസരവാദികളായ ഒരു വിഭാഗം കൂടിയുണ്ട്. അതുകൊണ്ട്
BJPയോട് അടുക്കുന്നത് വഴി ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുമെന്ന് അവർക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും BJPയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗത്തെ കാണുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ രംഗത്തിറക്കിയിട്ടുള്ള ചില മുഖങ്ങളുണ്ട്. പലപ്പോഴും ക്രിസ്ത്യൻ സമുദായം BJPയുമായി ചേർന്ന് നിങ്ങൾ പറഞ്ഞ മറ്റൊരു വശം ഇസ്ലാമോഫോബിയ, അതായത് ആളിക്കത്തിച്ച മുസ്ലിം വിരുദ്ധ വികാരങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ ആഗോള രാഷ്ട്രീയവും അതിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അതുപോലെ മറ്റെവിടെയെങ്കിലും, ഉദാഹരണത്തിന് യൂറോപ്പിലോ US-ലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ താമസിക്കുന്ന പല മലയാളികളും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെ യഥാർത്ഥത്തിൽ മറ്റെവിടെയെങ്കിലുമുള്ള നിങ്ങളുടെ സഹോദരന്മാരോ സഹോദരിമാരോ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാട്സാപ്പ് നോക്കുകയാണെങ്കിൽ അതിലെ 50% മറ്റെവിടെയെങ്കിലും നിന്ന് ഉത്ഭവിച്ചതായിരിക്കും. മുസ്ലിം സമുദായത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയുടെ കാര്യമോ അതും ഒരു ഘടകമാണ്. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ മുസ്ലിം സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം, അവബോധം, അതുപോലെ സാമ്പത്തിക ഘടകങ്ങളിൽ. അതുപോലെ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. കാരണം അവർ മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കുന്ന പണം അവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അവരിവിടെ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് അത് അവർക്ക് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പരാതിപ്പെടുന്നു, നോക്കൂ, മികച്ച സ്ഥാപനങ്ങളും മികച്ച ആശുപത്രികളുമെല്ലാം മുസ്ലിം സ്ഥലങ്ങളിലേക്ക് പോയി. അത് നല്ലതാണ്. അതായത് UAE-യിലോ ഗൾഫ് രാജ്യങ്ങളിലോ പോകുന്ന ഒരാൾ അവിടെ ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം ലഭിച്ചാൽ അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്നു. അതുവഴി കേരളത്തിലുണ്ടായ സാമ്പത്തിക ഉണർവ് എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. ഒരു സമുദായം ഒഴിവാക്കപ്പെട്ടു എന്നല്ല. അതുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായം നടത്തിയ നിക്ഷേപം മറ്റുള്ളവർക്കും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്ത്യാനികൾ ബാജ് അല്പം ആശങ്കയിലാണ്. കാരണം മുസ്ലിം സമുദായം കൂടുതൽ സമ്പന്നരാവുകയും കേരളത്തിലെ പരമ്പരാഗതമായി ഏറ്റവും സമ്പന്നമായ സമുദായമായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പോൾ സഖ്യകക്ഷികൾക്കിടയിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം മത്സരം നടക്കുന്നുണ്ട് അല്ലേ? അതെ, ക്രിസ്ത്യാനികൾ കേരളത്തിലെ പ്രബല സമുദായങ്ങളിൽ ഒന്നായിരുന്നു. മുസ്ലിങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ ഗൾഫ് പണം കൊണ്ട് അവർ കൂടുതൽ സമ്പന്നരായപ്പോൾ ഗൾഫ് പണം, അതെ, അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾ ഒരു ഒറ്റ സമുദായമല്ല. മാത്രമല്ല, കരുതപ്പെടുന്നത് പോലെ അവർ അത്ര ഐക്യത്തിലുമല്ല. ലത്തീൻ മുതൽ ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ വരെ വേണമെങ്കിൽ പറയാം, ഒരുപാട് വ്യത്യസ്ത സഭകളുണ്ട്. ഓരോന്നിനും ഓരോ വിഷയത്തിൽ ചെറിയ വ്യത്യസ്ത നിലപാടുകളുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെല്ലാം UDF-നായി ഒന്നിക്കുന്നതായി തോന്നുന്നു. അത് സംഭവിക്കുന്നതായി തോന്നുന്നു. ഞാൻ ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ പ്രസിഡന്റിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കുറഞ്ഞത് 3-4 വർഷമായി അവരുടെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ ഈ ലവ് ജിഹാദിനെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതായി കാണാവുന്ന വിഷയങ്ങളെക്കുറിച്ചും ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ പറയപ്പെടുന്ന അത്ര സ്വാധീനം ഇതിനില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതെ, ആ വാദത്തിൽ വിശ്വസിക്കുകയും ഇത്തരത്തിലുള്ള മേഖലകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നോർത്ത് ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതെ, ഒരു സുറിയാനി ക്രിസ്ത്യൻ പ്രബലമായ വിഭാഗം നിങ്ങൾക്കറിയാമല്ലോ, 23 ലക്ഷം ആളുകളുണ്ട്. പിന്നെ ലത്തീൻ കത്തോലിക്കരുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ റബ്ബർ കോട്ടയം, കൂടുതൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ ആ മേഖലയാണ്. ലത്തീൻ കത്തോലിക്കർ മത്സ്യത്തൊഴിലാളികളുള്ള തീരദേശ മേഖലയും മറ്റുള്ളവരുമാണ്. അവർ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ UDF-നെ കൂടുതൽ ഉറ്റുനോക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതായി തോന്നുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ LDF ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന്, സർക്കാർ ഉദ്യോഗസ്ഥരെ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏകദേശം തുല്യമാണ്. 70,000-ൽ കൂടുതൽ തീർച്ചയായും മായി താരതമ്യം ചെയ്യുമ്പോൾ. മുസ്ലിങ്ങൾ 28%, ക്രിസ്ത്യാനികൾ 18%. കൃത്യമായി ഏകദേശം 74,000-75,000 ഉണ്ട്. അവസാനമായി, ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഒന്ന് വടക്കൻ തീരദേശ മേഖലയാണ്. അവിടെ അവർ വോട്ടർമാരിൽ 60%. ഇവിടെ 48% വോട്ടോടെ LDF മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് UDF-ന്റെ 38%-ത്തേക്കാൾ വലിയ 10% കൂടുതലാണ്. ഹിന്ദുക്കൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രദേശം 63% ഹിന്ദു വോട്ടർമാരുള്ള മധ്യമേഖലയാണ്. അതിൻ്റെ ഫലമായി ഈ പ്രദേശത്ത് LDF 48% വോട്ട് നേടുന്നു. ഇത് 34% ലഭിച്ച UDF-നേക്കാൾ 14% മുന്നിലാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന മൂന്നാമത്തെ പ്രദേശം തെക്കാണ്.
അവിടെ ഹിന്ദു വോട്ടർമാർ 67%. ഫലമായി LDF 45% വോട്ട് നേടുന്നു. ഇത് UDFന്റെ 37%-ത്തേക്കാൾ 8% മുന്നിലാണ്. 2005 മുതൽ പല സാമൂഹിക വിഭാഗങ്ങളും UDFൽ നിന്ന് മറ്റു പക്ഷങ്ങളിലേക്ക് പോയി. കുറച്ച് വോട്ടർമാർ BJPയിലേക്കും കുറച്ച് പേർ LDFിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് 21 മുതൽ വിശകലനം ചെയ്തു. ഇതുപോലെ ഞങ്ങളൊരു പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായി UDFൽ നിന്ന് പോയ ആ ഗ്രൂപ്പുകളിലെ 90% പേരും തിരിച്ചു വന്നു. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മികച്ച വിജയം നേടാനായത്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പിന്നെ ഈ എറണാകുളം, പല സീറ്റുകൾ, കോഴിക്കോട്, കൊല്ലം, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടി. കാരണം ഹിന്ദു മേഖലകളിലും ഞങ്ങൾ വളരെ നല്ല മാർജിനിൽ വിജയിച്ചു. 6 കോർപ്പറേഷനുകളിൽ 4 ഞങ്ങൾക്ക് കിട്ടി. കേരളത്തിലെ 65%-ലധികം മുനിസിപ്പാലിറ്റികളും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നു. കേരളത്തിനായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യക്കായി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ആകർഷകമായ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതൊരു മുസ്ലിം വീടോ, ക്രിസ്ത്യൻ വീടോ, ഹിന്ദു വീടോ, നാസി വീടോ, തീരദേശത്തെ വീടോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു തോട്ടം മേഖലയിലെ വീടോ ആകട്ടെ, ഞങ്ങൾ അവിടെ പോയി അവരോട് പറയുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ വിപുലമായ ഒരു മുസ്ലിം സമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ പരമ്പരാഗതമായി വടക്ക് LDFനും മധ്യത്തിലും തെക്കും UDFനുമാണ് വോട്ട് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾക്ക് കേരളത്തിലുടനീളമുള്ള ഒരു സമ്പർക്ക പരിപാടിയുണ്ട്. അതേ സന്ദേശം ഞങ്ങൾ അവരിലേക്കും എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കൾ LDFന് വോട്ട് ചെയ്യുന്നു എന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? ആ പിന്തുണയുടെ അടിസ്ഥാനം എന്താണ്? ഇടതുമുന്നണി അല്ലെങ്കിൽ CPMനെ എക്കാലവും പിന്തുണച്ചിട്ടുള്ള ഒരു സമുദായമാണ് ഈഴവർ. അതുകൊണ്ട് ശ്രീ വിജയന് അത് പ്രധാനമാണ്. ഈ സമുദായത്തിന്മേലുള്ള തന്റെ സ്വാധീനം നിലനിർത്താൻ. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രീമാനോട് ഈ അനുനയങ്ങൾ നടത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനും ഈഴവരുമായി ബന്ധപ്പെട്ട മറ്റു ജാതി നേതാക്കളും അറിയാമോ, BJP വളരെ തന്ത്രപരമായി നീങ്ങിയിട്ടുണ്ട്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രകടമായിട്ടില്ലെങ്കിലും സമുദായത്തിലേക്ക് കടന്നുകയറുന്നതിനായി അവർ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളുകളെ താഴെത്തട്ടിൽ തങ്ങളുടെ മുഖങ്ങളായും സമുദായ നേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താഴെത്തട്ടിൽ BJP നേതാക്കളുടെ പല മുഖങ്ങളും ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള രസകരമായ മറ്റൊരു രീതി, ഓരോ തിരഞ്ഞെടുപ്പിലും സർക്കാരുകൾ മാറി മാറി വരുന്നതാണ്. കഴിഞ്ഞ 50 വർഷമായി, അതെ 5 പതിറ്റാണ്ടുകളിലെ തിരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിലിരിക്കുന്ന ഓരോ പാർട്ടിയെയും അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ഭരണവിരുദ്ധ വികാരം. പിന്നീട് 50 വർഷങ്ങൾക്ക് ശേഷം 2021 ഇത് പെട്ടെന്ന് മാറി. 50 വർഷത്തിനിടയിൽ ആദ്യമായി LDF വീണ്ടും അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ രസകരമായ കാര്യം, അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്ക് ഏതാണ്ട് എപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഓരോ MLA-മാർക്കും അനുകൂലമായ ഒരു വികാരവും ഉണ്ടായിരുന്നു. UDF സർക്കാരിനെ പുറത്താക്കിയ 2016 പോലും വീണ്ടും മത്സരിച്ച സിറ്റിംഗ് MLA-മാരിൽ 71% പേർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 71%. സർക്കാരിനെതിരെ വോട്ടർമാരുടെ രോഷമുണ്ട്. പക്ഷേ MLA-മാർക്ക് ജനപ്രീതിയുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ MLA-മാർക്കുള്ള ഈ ഭരണാനുകൂല തരംഗം വളരെ കൂടുതലാണ്. അവിടെ വീണ്ടും മത്സരിക്കുന്ന സിറ്റിംഗ് MLA-മാരിൽ 50% പേർക്ക് മാത്രമാണ് വീണ്ടും വോട്ട് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഇതിനെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഞങ്ങൾ വോട്ടർമാരോട് ചോദിച്ചു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ എല്ലാ മേഖലകളിലും ഒരുപാട് വികസനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഇല്ലാതെ പോലും അവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു മോദി ഫാനാണ്. പക്ഷെ കേരളത്തിൽ നിങ്ങൾ ആവതലെക്കണമെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം വരാനുണ്ട്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതൊരു തരം ഏകാധിപത്യമാണ്. ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അവർ വളരെ തീർച്ചയായും UDF വരും. എന്തുകൊണ്ട്? കഴിഞ്ഞ 10 വർഷത്തെ ഭരണം മതിയായി. മാറ്റം വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരേ സർക്കാർ എപ്പോഴും തുടരുന്നത് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മാറ്റം വളരെ അത്യാവശ്യമാണ്. അതെ, ഒരു മാറ്റം ആവശ്യമാണ്, വളരെ അടിയന്തരമാണ്. മാഡം, ഞങ്ങൾക്ക് മാറ്റം വേണം. മാറ്റം ആവശ്യമാണ്. ശരി. നിങ്ങളുടെ കാര്യമോ? ഞാനും ആ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം മിക്കവാറും UDF തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി LDF ആണ് ഭരണത്തിലുള്ളത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവ് നടത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭരണകക്ഷി മാറാൻ പോകുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ 10 വർഷമായി അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ തുടർന്നും വന്നാൽ എനിക്കത് അത്ര ഇഷ്ടമല്ല. ഞാനൊരു BJP-കാരിയാണ്. BJP ഇത്രയും കാലം ഭരിച്ചിട്ടില്ലല്ലോ, അല്ലേ?
LDF ഇനി കുറച്ച് വർഷം BJP ഭരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ നല്ലതാണ് ചെയ്തിട്ടുള്ളത്. ഒരു കുറവില്ല. പിണറായിയുടെ സർക്കാരിനെ വരൂ, അത് ഉറപ്പാണ്. ഒരു 5 വർഷം കൂടി അവർ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ പാലക്കാട്ടുകാരിയാണോ അതോ കേരളക്കാരിയാണോ? കേരളക്കാരിയാണ്. കേരളമോ? കേരള LDF. LDFോ? അവർ തന്നെ വരും. പിണറായി തന്നെ. നിങ്ങൾ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? അതെ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിണറായി തന്നെ. പക്ഷെ അവർ തന്നെ വരും എന്നാണോ പറയുന്നത്? ആര് വന്നാലും സാധാരണക്കാർക്ക് ഇതേ അവസ്ഥ. ഗ്യാസ് ഇല്ല, അതില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ്. ലോക്ക്ഡൌൺ കാരണമാണെന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ സോളാർ എയർപോർട്ട്, ആദ്യത്തെ വാട്ടർ മെട്രോ, ഇവിടെ ഒരുപാട് ആദ്യത്തെ കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പിന്നിലാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ അവിടെ നമ്മുടെ കഴിവും പ്രാപ്തിയും കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ആൺകുട്ടികൾ അവരെല്ലാം വിദേശത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? നമ്മുടെ കേരളത്തിൽ കുറച്ച് തൊഴിൽ പ്രശ്നമുണ്ട്. അവരിവിടെ പോലും ഇല്ല, അവർ വിദേശത്തേക്ക് പോകുന്നു. എന്തുകൊണ്ട്? ഞങ്ങളും കഴിഞ്ഞ 10 വർഷമായി വിദേശത്താണ്. നമ്മൾ ഒരുപാട് ശ്രമിച്ചാൽ അത് നടക്കില്ല. കേരളത്തിൽ UDF ഭരിക്കും. എന്തുകൊണ്ട് LDF അല്ല? ജനങ്ങൾക്ക് വേണം. LDFനെ വേണ്ട. ജനങ്ങൾ ആകെ പട്ടിണിയിലാണ്. അതാണ് പ്രധാന കാര്യം. ഞങ്ങൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നു എന്ന് അവർ പറയുന്നു, അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ അവസാന നിമിഷം വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയും. അതല്ലാതെ ജനങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ. അപ്പോൾ ദൊറാബ് അതൊന്ന് വിശദീകരിക്കൂ. 50 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ഭരണവിരുദ്ധ വികാരം? വെറുതെ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. പക്ഷേ സിറ്റിംഗ് MLA-മാർ 71% തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. സർക്കാരുകളെ ഇഷ്ടമല്ലാത്ത എന്നാൽ തങ്ങളുടെ പ്രാദേശിക MLA-യെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാർ തമ്മിലുള്ള ഈ വൈരുദ്ധ്യം. എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കുമെങ്കിലും 2 സർക്കാരുകളും ഏതാണ്ട് ഒരേ രീതിയിലാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അടുത്തയാൾക്ക് ഒരവസരം കൊടുക്കുക, ഇയാൾക്ക് ഒരവസരം കൊടുക്കുക, അത് ശരിക്കും ഒരു പതിവ് പോലെ ആയിട്ടുണ്ട്. അതിന് യുക്തിസഹമായ ഒരു കാരണവുമില്ല. മിസ്റ്റർ വരെ അതൊരു പതിവായി മാറുമായിരുന്നു. പിണറായി വിജയൻ ആ പതിവ് തെറ്റിച്ചു. അതെ, പക്ഷേ അതിലൊരു യുക്തിയുമില്ല. ആളുകൾ മാറുന്നു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ MLA-മാരും വളരെ കാലം ഇവിടെ തന്നെ തുടരുമെന്നാണ്. അറിയാമല്ലോ, അവർ മാറില്ല. അതുകൊണ്ട് അവരെ നാമനിർദ്ദേശം ചെയ്താൽ 71% എന്നാൽ 29% തോൽക്കുന്നു എന്ന് മറക്കരുത്. അവർക്ക് പുതിയ MLA-മാരെയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വിരമിക്കാത്തതുപോലെ തോന്നുന്ന ഒരുപറ്റം പഴയ MLA-മാരുണ്ട്. കൂടാതെ ഒരു നിശ്ചിത എണ്ണം പുതിയവരുമുണ്ട്. പഴയവർ പലപ്പോഴും ക്രിസ്ത്യൻ ആധിപത്യങ്ങളുമായും മുസ്ലിം മേഖലകളുമായും ഹിന്ദു ജാതികളുമായും ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് അവർ വ്യത്യസ്തരാണ്. അവർ അവരുടെ ജാതി മത വോട്ടുകളെ ആശ്രയിക്കുന്നു. അതിനാൽ അവർ തോൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ബാജ്, ഈ മാറി മാറി വരുന്ന ഭരണത്തിൻ്റെ കാര്യത്തിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇത് കാണുന്നില്ല, ഇവിടെ ഇത് അങ്ങനെയൊരു പതിവാണ്. 50 വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ അതിന് മാറ്റം വന്നിരിക്കുന്നു. ഇനി ഇത് വീണ്ടും സംഭവിക്കുമോ? അറിയാമല്ലോ. ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 2021-ൽ CPM തിരികെ വന്നതിൻ്റെ കാരണം ഒന്ന്, അവർ കോവിഡ് നന്നായി കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. എന്നാൽ മറ്റൊന്ന്, തങ്ങൾക്ക് താരത്തട്ടിൽ വേണ്ടത്ര ശക്തിയില്ലായിരുന്നു എന്നതാണ്. അവർക്ക് നല്ല കേഡറും കാര്യങ്ങളുമില്ല. കൂടാതെ കോവിഡ് സമയത്ത് പ്രചാരണവും മറ്റും കൂടുതൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് CPM-നും LF-നും ഇടതുമുന്നണിക്കും അണിനിരത്താൻ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ 21 ഒരു വ്യതിചലനമായിരിക്കാം. ഇവിടെയുള്ള ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു മാറ്റം കാണും. ഇപ്പോൾ 2 പ്രധാന മുന്നണികളായ UDF-ഉം LDF-ഉം കേരള രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ തന്നെ കേരളത്തിൽ BJP-യുടെയോ NDA-യുടെയോ സാധ്യമായ വളർച്ചയെക്കുറിച്ച് ധാരാളം ഊഹാപോഹങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. 2011 വരെ BJP സംസ്ഥാനത്ത് ഒരു ചെറിയ പ്രാന്തവൽക്കരിക്കപ്പെട്ട ശക്തിയായിരുന്നു. 2011-നും 2016-നും ഇടയിലാണ് BJP അതിൻ്റെ ഏറ്റവും വലിയ വളർച്ച കണ്ടത്. അക്കാലത്ത് അതിൻ്റെ വോട്ട് ശതമാനം 6% നിന്ന് 15% കുത്തനെ ഉയർന്നു. പക്ഷേ അത് നിലനിന്നില്ല. 2016-നും 2021-നും ഇടയിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ NDA-യുടെ വോട്ട് യഥാർത്ഥത്തിൽ 15% നിന്ന് 13% അല്പം മുകളിലേക്ക് കുറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ വളർച്ച മുരടിച്ചതായി തോന്നുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 2019-നും 2024-നും ഇടയിലുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ വോട്ട് കുത്തനെ വർദ്ധിച്ചു.
15.6% നിന്ന് ശ്രദ്ധേയമായ 19.4% ഉയർന്നു. ഇപ്പോൾ BJPയുടെ വോട്ടുകൾ എവിടെ നിന്നാണ് വന്നത്? രസകരമെന്ന് പറയട്ടെ, LDFന്റെ ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഭാഗമായി മുമ്പ് അവർക്ക് വോട്ട് ചെയ്തിരുന്ന ഹിന്ദു സവർണ വിഭാഗത്തിൽ നിന്ന് BJPക്ക് ഗണ്യമായ വോട്ട് ലഭിച്ചു. 2019ലെയും 2024ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ സവർണ ഹിന്ദുക്കൾക്കിടയിലുള്ള BJP വോട്ട് 28% നിന്ന് 40% ഉയർന്നു. 12% വർധനവ്. വ്യക്തമായും BJPക്ക് സവർണ ഹിന്ദു പിന്തുണയിലുണ്ടായ ഈ വർധനവ് LDFൽ നിന്നാണ് വന്നത്. സവർണ ഹിന്ദുക്കളുടെ വോട്ട് 35% നിന്ന് 22% കുറയുന്നത് നമ്മൾ കണ്ടു. ഇത് 13% ഇടിവാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഹിന്ദുക്കൾക്കിടയിലുള്ള UDF പിന്തുണ കുറഞ്ഞില്ല. നോക്കൂ, കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ BJPയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് ഞങ്ങൾ ശരിക്കും ആശങ്കാകുലരാണ്. അത് ഞങ്ങൾക്ക് ഏതെങ്കിലും കോർപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനമോ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ BJPയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കുന്നില്ല. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്ത് നമ്മൾ കാണുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വളരെ വിഷലിപ്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയുള്ള പാർട്ടിയാണ്. ഇവിടെ വർഗീയവാദികളായ BJPയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടുന്നത് കേരളം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. BJPയും ഇടതുപക്ഷമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് UDFുമായി ചില രഹസ്യ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് LDFും കോൺഗ്രസും നേരിടുന്ന പ്രശ്നം ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ അവർ തിരിച്ചു പോകും എന്നതാണ്. ഇത് 4 ദിവസം മുൻപ് തുടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. CPM ചാടി വീണു പറഞ്ഞു കോൺഗ്രസ് BJPയുടെ B ടീമാണെന്ന്. കോൺഗ്രസ് ചാടി വീണു പറഞ്ഞു CPM BJPയുടെ B ടീമാണെന്ന്. അതുകൊണ്ട് നമ്മളാണ് A ടീം എന്ന് ഇരുവരുടെയും മനസ്സിൽ ഒരു കാര്യം സ്ഥാപിക്കപ്പെട്ടു. 2021 മുതൽ കേരളത്തിൽ BJPയും CPMും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ട്. കാരണം നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് മുക്ത് ഭാരതം വേണം. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഭരണം തുടരണം എന്നാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു പൊതുവായ അജണ്ടയുണ്ട്. അതുകൊണ്ട് അത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ BJP തങ്ങളുടെ 10% കൂടുതൽ വളർച്ച ആരംഭിക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുൻപ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 മുന്നണികൾക്കും ഏകദേശം 40% ലഭിച്ചിരുന്നു. ഒരു കൂട്ടർക്ക് 1% കൂടുതൽ കിട്ടി, മറ്റേ കൂട്ടർക്ക് 1% കുറവ്. BJPയുടെ വളർച്ച തുടങ്ങിയതിനു ശേഷം നിയമസഭയിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ഒരിക്കലും 40% കിട്ടിയിട്ടില്ല. ശരി, വളരെ രസകരമാണ്. ലോക്സഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 40% കൂടുതൽ ലഭിച്ചിട്ടില്ല. ഇത് 40-44 വർഷമായിരുന്നു. പെട്ടെന്ന് BJPയുടെ വളർച്ചയോടെ ഒരു കാര്യത്തിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDFനെ ബാധിക്കുന്നു. ലോക്സഭയിൽ അത് LDFനെയാണ് ബാധിക്കുന്നത്. BJP മാത്രമായി ചില പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അത് പാലക്കാടോ തൃശ്ശൂരോ നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരം പോലുള്ള ചില പ്രദേശങ്ങളോ ആകാം. അതായത് അവർ സമൃദ്ധിയും വളർച്ചയും അല്ലെങ്കിൽ വികസനം എന്ന ആ ഇന്ത്യ ആഖ്യാനത്തിന്റെ ഭാഗവും വാഗ്ദാനം ചെയ്യുന്ന നഗരപ്രദേശങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച അടുത്ത കാലത്ത് നടന്ന ഒരു തിരഞ്ഞെടുപ്പ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അധികം നാൾ മുൻപല്ല. പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ CPM നേതൃത്വം നൽകുന്ന LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനോട് നിർണായകമായി പരാജയപ്പെട്ടു. സംസ്ഥാനങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും അതാണ് സംഭവിച്ചത്. UDF ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരി 941 സീറ്റുകളിൽ 505 എണ്ണം നേടിക്കൊണ്ട് CPM നേടിയ വെറും 36% സീറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 54%. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF 52% നേടി. CPM നേതൃത്വം നൽകുന്ന LDF നേടിയ വെറും 32%വുമായി താരതമ്യം ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ 62% സീറ്റുകൾ നേടി ഉയർന്ന നേട്ടം കൈവരിച്ചു. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിലും ഈ ഫലങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യത്തിനുള്ള വ്യക്തവും വിപുലവുമായ ഒരു ജനവിധിയെ പ്രതിനിധീകരിക്കുന്നു. CPMന് ആശങ്കയുണ്ടാക്കുന്നത് 2020 നടന്ന അവസാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള കുത്തനെയുള്ള ഇടിവാണ്. 2020 ഗ്രാമപഞ്ചായത്തിൽ 580 സീറ്റുകളിൽ നിന്ന് 2025 LDF വെറും 340 സീറ്റുകളിലേക്ക് താഴ്ന്നു. വാസ്തവത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ എല്ലാ വിഭാഗങ്ങളിലും LDF നേടിയ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഇനി കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും തദ്ദേശ തിരഞ്ഞെടുപ്പുകളെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ
ഒരു സ്ഥിരമായ രീതി കാണാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന് 6 മാസത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 2010-11 തിരഞ്ഞെടുപ്പുകളെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 5.4% കൂടുതൽ വോട്ട് ലഭിച്ചു. 2015-16 വെറും 6 മാസം മുൻപ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ 5.7% കൂടുതൽ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചു. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന കുറഞ്ഞ 4.1% വോട്ട് വർദ്ധിപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ മെച്ചപ്പെടുത്തുന്നു. പക്ഷേ ഇടതുപക്ഷത്തേക്കാൾ വളരെ കുറഞ്ഞ ശതമാനത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും BJPയുടെ പിന്തുണയിൽ കാര്യമായ മാറ്റമില്ല. അവർ നാമമാത്രമായ ഒരു ശക്തിയായി തുടരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ശരാശരി കണക്കെടുത്താൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുള്ള പിന്തുണ ശരാശരി 5.1% വർദ്ധിക്കുന്നു. UDFിന്റെ പിന്തുണ 1.4% മാത്രമാണ് വർദ്ധിക്കുന്നത്. അതിനാൽ BJPയുടെ പിന്തുണ ഏറെക്കുറെ അതുപോലെ തുടരുമ്പോൾ ഈ നേട്ടങ്ങൾ പ്രധാനമായും വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെയും ചെറുകക്ഷികളെയും പിന്തുണച്ച വോട്ടർമാരിൽ നിന്നാണ്. തുടർന്ന് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പാർട്ടികളിലേക്ക് മാറുന്നു. അവർ പ്രധാന സഖ്യങ്ങളിലേക്ക് പിന്തുണ മാറ്റുന്നതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വിഹിതം 6.4% കുറഞ്ഞു. ഈ ചരിത്രപരമായ രീതി ആവർത്തിക്കുകയാണെങ്കിൽ 2026 തിരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ഇഫ് ആണ്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രകടമായ UDF നേട്ടം നാടകീയമായി കുറഞ്ഞേക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കോൺഗ്രസിൻ്റെ ഈ വിജയ മാർജിൻ മതിയാകുമോ? പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ LDFന് ലഭിക്കുന്ന സാധാരണ ഉയർന്ന വോട്ട് ശതമാനം ആവർത്തിക്കുകയാണെങ്കിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 36.3% മാത്രമേ ലഭിച്ചുള്ളൂവെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അവർ ശരാശരി 5.1% വർധനവ് നേടി. ഇത് വീണ്ടും സംഭവിക്കുകയാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ 41.4 എത്തിക്കും. അതേസമയം UDF തദ്ദേശ തിരഞ്ഞെടുപ്പിലെ 41.2 നിന്ന് 42.6 മാറും. ഇടതുപക്ഷത്തിൻ്റെ 41.4 UDFിൻ്റെ 42.6 തമ്മിലുള്ള മത്സരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ 2026 ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ വാശിയേറിയ പോരാട്ടമാക്കി മാറ്റിയേക്കാം. ചുരുക്കത്തിൽ സാധാരണ കാണുന്ന രീതി ഈ വർഷവും ആവർത്തിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 4.9% മാർജിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ മാർജിൻ വെറും 1.2% മാറിയേക്കാം. വളരെ ശക്തമായ ഒരു മത്സരമാണ് മുന്നിലുള്ളത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഞാൻ എത്തിച്ചേരുന്ന നിഗമനം ഞങ്ങൾ പ്രചാരണ യുദ്ധത്തിൽ തോറ്റുപോയി എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാധ്യമബോധമുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മുടെ മാധ്യമ സ്വാധീനം, അച്ചടി മാധ്യമം ദേശീയ ശരാശരിയേക്കാൾ 5 ഇരട്ടിയായിരിക്കും അല്ലെ? രാവും പകലും നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചാരണം അചിന്തനീയമാണ്. രണ്ടാമത്തേത് ഉദാഹരണത്തിന് SIR ആയിരുന്നു. അത് വ്യാഖ്യാനിക്കപ്പെട്ടത് കേരള സർക്കാർ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നായിട്ടാണ്. ഇതൊക്കെ പിന്നീട് മാത്രം ഉയർന്നു വന്ന ചില കാര്യങ്ങളാണെന്ന് പറയാം. ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഒരു ഭയത്തിൻ്റെ മാനസികാവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ദേശീയ തലത്തിൽ സംഭാവന നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് അവർ ഉറ്റുനോക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി തോറ്റു. ഒരു മാറ്റമുണ്ടായി. നോക്കൂ, കേരളത്തിൽ ന്യൂനപക്ഷങ്ങളിൽ 30% മാത്രമേ ഇടതിനെ പിന്തുണയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് 1/3, അതായത് 30% പിന്തുണ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അത് ഏകദേശം 25%-ലേക്ക് താഴ്ന്നു. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പുരോഗതി ഉണ്ടായി. പക്ഷേ നമ്മൾ മുൻപ് നേടിയെടുത്ത സ്ഥാനം നിലനിർത്താൻ അത് പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പരിമിതി വെച്ചുകൊണ്ടാണ് നമ്മൾ
തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് കണക്കുകൾ പ്രകാരം LDF തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ വെറും 6 മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതെപ്പോഴും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ പെട്ടെന്ന് മെച്ചപ്പെടുന്നത്? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MLA-മാർക്ക് താഴെത്തട്ടിൽ വലിയ ജനപ്രീതിയുണ്ട് എന്നത് അതിനൊരു കാരണമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് UDF-ന്റെ കാര്യത്തിലും ശരിയാണ്, പക്ഷേ കൂടുതലും LDF-ന്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അവർ സിറ്റിംഗ് MLA-മാരിൽ പലരെയും വീണ്ടും മത്സരിപ്പിക്കുന്നത്. അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയും പ്രവർത്തന രീതിയോടാണ്, അല്ലാതെ MLA-മാരോടല്ല. അതുകൊണ്ട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞാൻ കരുതുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക വിഷയങ്ങൾ കൂടുതൽ മുൻനിരയിലേക്ക് വരുന്നുണ്ട് എന്നും ഞാൻ കരുതുന്നു. ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. നിങ്ങൾ ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതിനേക്കാൾ സംസ്ഥാനം ഭരിക്കുന്നതിലാണ് കൂടുതൽ മെച്ചമെന്ന് ആളുകൾക്ക് തോന്നാം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട് എന്ന ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമാകാതെ ഒരു കടുത്ത മത്സരമാകുമോ? എന്തുകൊണ്ട്? ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആളുകളെ വന്ന് വോട്ട് ചെയ്യിക്കുന്നതിന് ബൂത്ത് തലം വരെ കൂടുതൽ ഘടന ആവശ്യമാണ്. അതെ, ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനും വിഷയങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. പിണറായി വിജയൻ ഒരു ശക്തനായ നേതാവാണ്. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യുന്നയാളാണ്. വളരെ നല്ലൊരു പ്രതിസന്ധി ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യുന്നയാളാണ് എന്ന് തോന്നൽ. മറുവശത്ത് നിങ്ങൾ അഹങ്കാരത്തെക്കുറിച്ചോ മറ്റോ സംസാരിച്ചാലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് ആളുകൾ കരുതുന്നതായി തോന്നുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങളിൽ നിന്നും പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു നേതൃത്വപരമായ വിഷയത്തിലേക്ക് നീങ്ങും. അപ്പോൾ ദൊറാബ്, ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ? അതെ, നമ്മൾ എപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറയും. അവസാനം അതൊരു വൻ വിജയത്തിൽ കലാശിക്കും. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവസാനം എന്താണ് ലഭിക്കുക എന്ന് നോക്കാം. കാലം തന്നെ അതിന് ഉത്തരം നൽകും. കാരണം അവസാനം ഒരു 3, 4, 5% വ്യത്യാസമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആളുകൾ പക്ഷേ അതെല്ലാം ആശ്രയിച്ചിരിക്കും. അതെ, എന്ത് സംഭവിക്കുന്നു എന്നതിനെ അത് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഇനി കേരളത്തിലെ വോട്ടർമാരുടെ മതവും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളും ഒഴികെയുള്ള മറ്റ് സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ഗ്രാമ-നഗര വ്യത്യാസം. വോട്ടിംഗ് സ്വഭാവത്തിൽ സത്യം പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും LDF ഏകദേശം 70% സീറ്റുകളും UDF ഏകദേശം 30% സീറ്റുകളും നേടി. ഇനി സ്ത്രീ വോട്ടർമാരുടെ കാര്യമോ? മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ അവർ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായാണോ വോട്ട് ചെയ്യുന്നത്? ഒരിക്കൽ കൂടി, കേരളത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ഒരേ രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. 45% പുരുഷന്മാരും സ്ത്രീകളും UDF-നാണ് വോട്ട് ചെയ്യുന്നത്. LDF-നുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പിന്തുണയും സമാനമാണ്, ഏകദേശം 33%. അതുകൊണ്ട് കേരളത്തിലെ രസകരമായ ഒരു കാര്യം, ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ല, ഒരേ ശതമാനം വോട്ടുകൾ. പുരുഷന്മാരും സ്ത്രീകളും ഒരേ രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ആളുകൾ ശരിക്കും ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. പാർട്ടികൾ സ്ത്രീകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വ്യത്യാസങ്ങളുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവർ പുരുഷന്മാരെ പോലെ തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചരിത്രപരമായ കണക്കുകൾ കാണിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു കാര്യം, ഡിജിറ്റൽ സാന്നിധ്യം വളരെ കൂടുതലാണ്. പിന്നെ ഭാഷ, ആളുകൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ലായിരിക്കാം, പക്ഷെ പ്രാദേശിക മാധ്യമങ്ങൾ, പ്രാദേശിക സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ വളരെ കൂടുതലാണ്. ഗ്രാമ-നഗര വ്യത്യാസം കാണാത്തതിന്റെ ഒരു കാരണം അതാണ്. കൂടാതെ ലിംഗഭേദവും. ഇവിടെ സ്ത്രീകളും ഒരുപോലെ സാക്ഷരരാണ്. അവർ മാധ്യമ ചാനലുകൾ കാണുന്നു, അവർ ആ ഇടങ്ങൾ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ശേഖരിക്കുന്ന ധാരണകളോ അല്ലെങ്കിൽ അവസാനം അവർക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങളോ പുരുഷന്മാർ വ്യത്യസ്തരായിരിക്കും, സ്ത്രീകൾ അതിലേറെയും എന്ന തരത്തിലുള്ള വോട്ടിംഗ് രീതികളിൽ ഒരു വ്യത്യാസം കാണാത്തതിന്റെ കാരണം അതാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഒരു കെഡർ അധിഷ്ഠിത പാർട്ടി ആയതുകൊണ്ട് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നതിന് ലിംഗഭേദത്തിന് ഒരു പ്രസക്തിയുമില്ലെന്നും ഞാൻ കരുതുന്നു. പ്രത്യയശാസ്ത്രത്തിനാണ് പ്രസക്തി, നിങ്ങളുടെ അച്ചടക്കത്തിനാണ് പ്രസക്തി. കേഡ്രീനാണ് കാര്യം. പുരുഷൻ, സ്ത്രീ, മറ്റുള്ളവർ എന്നിവരെ അടിസ്ഥാനമാക്കിയല്ലാതെ അങ്ങനെയാണ് അവർ വോട്ട് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, രസകരമെന്നു പറയട്ടെ, ഉയർന്ന വിദ്യാഭ്യാസമുള്ളത്, ഭാഗികമായി മരുമക്കത്തായ പാരമ്പര്യമുള്ളതുമായ ഒരു സംസ്ഥാനമായിട്ടും വളരെ കുറച്ച് വനിതാ സ്ഥാനാർത്ഥികളെ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്
ആരും ചിന്തിക്കുന്നതായി തോന്നുന്നില്ല. ശരി ശരി വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകേണ്ടത് പ്രധാനമാണ്. ശരി. ഇനി അല്ല, മാത്രമല്ല അവിടെ ഇല്ല. ക്ഷമിക്കണം. കേരളത്തിൽ ശരിക്കും ഗ്രാമം നഗരം എന്നൊന്നില്ല. അതൊരു നീണ്ട നാടയാണ്. അതെ. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് നീളുന്ന. ശരി. കൂടാതെ സാക്ഷരത വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് സ്ത്രീകൾ മറ്റെല്ലാ കാര്യങ്ങളിലും തുല്യരാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, സ്ത്രീകൾ വീട്ടിലിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ ഒരു കാരണവുമില്ല. അതെ. കൂടാതെ നിങ്ങൾക്കറിയാമോ, ഭർത്താക്കന്മാരെ ആശ്രയിച്ചു കഴിയുന്നവരാണെന്നും അവർ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, എല്ലാ രീതിയിലും ഇത് കൂടുതൽ തുല്യതയുള്ള ഒരു സമൂഹമാണെന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്. നിങ്ങൾക്കറിയാമോ, ശരീരത്തിലെ മനുഷ്യൻ ഹ്യൂമൻ ഇൻഡെക്സ്, അതെ, ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാണിക്കുന്നത് കേരളത്തിൽ അത് യൂറോപ്യൻ നിലവാരത്തിലാണെന്നാണ്. അതെ, വളരെ ഉയർന്നതാണ്. വളരെ നല്ലത്. അതെ. അപ്പോൾ ദൊറാബ്, നിങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ കൂടുതൽ രസകരമായ മത്സരങ്ങൾ, വലിയ വ്യക്തിത്വങ്ങൾ, നിങ്ങൾ ഹെവി വെയ്റ്റുകൾ എന്ന് വിളിക്കുന്നവർ എന്നിവയൊക്കെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരൂ. അതെ, ഈ തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അവയെ പാർട്ടി തിരിച്ചു പറയാനാണ്. ഏറ്റവും പുതിയ പാർട്ടിയായ BJPയിൽ നിന്ന് തുടങ്ങുന്നു. കേന്ദ്രത്തിലെ മുൻ മന്ത്രിയും രാജ്യസഭാ MP-യുമായ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോട് പരാജയപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ നേമത്ത് നിന്ന് മത്സരിക്കുന്നു. ഇപ്പോൾ നേമം അവർക്ക് വളരെ വൈകാരികമായ ഒരു മണ്ഡലമാണ്. BJP ആദ്യമായി വിജയിച്ച മണ്ഡലമാണത്. അതിൽ വിജയിച്ചത് O ആയിരുന്നു, രാജഗോപാൽ 2016. നിങ്ങൾക്കറിയാമോ, O രാജഗോപാൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 1970-ലാണ്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയുമായിരുന്നു. മിസ്റ്റർ വാജ്പേയി അദ്ദേഹത്തെ രാജ്യസഭയിലെത്തിച്ചു. ഇപ്പോൾ മിസ്റ്റർ എന്ന പേരുള്ള ഒരാളുണ്ട്, ശിവൻകുട്ടി. മിസ്റ്റർ രാജഗോപാൽ മിസ്റ്ററിനെ തോൽപ്പിച്ചു. ശിവൻകുട്ടി. അടുത്ത തവണ ശിവൻകുട്ടി മിസ്റ്ററിനെ തോൽപ്പിച്ചു. രാജഗോപാൽ മിസ്റ്റർ. ശിവൻകുട്ടി വീണ്ടും മിസ്റ്ററിനെ തോൽപ്പിച്ചു. രാജഗോപാൽ. ഇപ്പോൾ പ്രാദേശിക BJPയുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ മിസ്റ്ററിനെയാണ് നേരിടുന്നത്, ശിവൻകുട്ടിയെ. വോട്ടുകളിലെ വ്യത്യാസം വളരെ ചെറുതാണ്, 2, 3, 4%. ഇനി നമുക്ക് പത്മജ വേണുഗോപാലിലേക്ക് പോകാം. ഇപ്പോൾ ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. അവർ തൃശ്ശൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. അവരുടെ അച്ഛൻ BJPയാൽ. അവരുടെ അച്ഛൻ കേരള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കഴിഞ്ഞ തവണ അവർ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ഏകദേശം 700 വോട്ടുകൾക്ക് തോറ്റു. അതുകൊണ്ട് അവർ കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ആഗ്രഹിക്കുമെന്ന് ആരും കരുതും. പക്ഷേ ഇല്ല. 3ാം സ്ഥാനത്തെത്തിയയാൾ മിസ്റ്റർ എന്ന പേരുള്ള ഒരാളായിരുന്നു, ഗോപി. അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. അതുകൊണ്ട് BJPയിലേക്ക് പോയാൽ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടുമെന്ന് അവർ കരുതുന്നു. മിസ്റ്റർ ഗോപി വളരെ ജനപ്രീതിയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർ പാർട്ടി ഉപേക്ഷിച്ചു. തൻ്റെ സഹോദരനെ പിന്നിൽ ഉപേക്ഷിച്ച്, കൂട്ടത്തിൽ പറയട്ടെ, കോൺഗ്രസിൽ അവരിൽ ഒരാൾ ജയിക്കുകയും ഒരാൾ തോൽക്കുകയും ചെയ്താൽ എന്ന നിലയ്ക്ക്. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങൾക്കറിയാമോ, മുഴുവൻ കുടുംബത്തെയും ഇതിൽ ഉൾപ്പെടുത്തരുത്. ഇപ്പോൾ ഒരാളുണ്ട്, സർ ജോർജ് കുര്യൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അസാധാരണനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു രാജ്യസഭാ MP-യാണ്. അദ്ദേഹത്തിന് ലഭിച്ചു മാധവറാവ് സിന്ധ്യയുടെ സീറ്റ്. ഒരു നല്ല ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവർ അദ്ദേഹത്തെ ഇവിടേക്ക് വിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ അവർ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തിരിച്ചയക്കും. കാരണം സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ അവസാനമായി K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കുന്ന BJPയുടെ രാജീവ് ചന്ദ്രശേഖറിന് മുൻപത്തെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ IUMLനോട് തോറ്റത് വെറും 750 വോട്ടുകൾക്കാണ്. അപ്പോൾ ഇവരാണ് പ്രധാനപ്പെട്ട ആ 3-4 പേർ. ഇനി നമുക്ക് കോൺഗ്രസിലേക്ക് പോകാം. നിങ്ങൾ അഭിമുഖം നടത്തിയ ശ്രീ സതീശൻ, അദ്ദേഹം പറവൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് തവണ ജയിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം 5 തവണ ജയിച്ചിട്ടുണ്ട്. UDF ജയിച്ചാൽ അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു മന്ത്രിസ്ഥാനം വഹിച്ചിട്ടില്ല. അത് അസാധാരണമല്ല, പക്ഷേ സാധാരണയുമല്ല. ഇനി അടുത്തത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തെ നിങ്ങൾ 2 ദിവസം മുൻപ് അഭിമുഖം നടത്തിയിരുന്നു. അദ്ദേഹം ഹരിപ്പാട് നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റുമാണ്. ഹരിപ്പാട് നിന്നുള്ള രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം 5 തവണ ഹരിപ്പാട് നിന്നുള്ള സിറ്റിംഗ് MP-യാണ്. പക്ഷേ അവസാനത്തെ 3 തവണ മാത്രം. കൂടാതെ 1980കളിൽ കോട്ടയത്തു നിന്ന് 2 തവണ MP-യുമായിരുന്നു. അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ കണ്ണിലുണ്ണിയായിരുന്നു. UDF ജയിച്ചാൽ അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കൂടാതെ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് 2 ചുമതലകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായും പുതുപ്പള്ളി സീറ്റിൽ 12 തവണ ജയിച്ച ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ചു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരെയാണ് അവർ നിർത്തിയതെന്ന് നിങ്ങൾ കരുതുന്നു? ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിൻ്റെ മകൻ. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ നിന്നു, അദ്ദേഹത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും നിൽക്കുന്നു. പിന്നെ അവസാനമായി മലപ്പുറത്ത് നിന്നുള്ള ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം IUML ആണ്. അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവുമാണ്. പല കോൺഗ്രസ് സർക്കാരുകളിലും അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹം 8 തവണ MLAയും 2 LS ടേമുകളും ലോക്സഭാ ടേമും വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് രാജിവെച്ചു. അപ്പോൾ അതാണ് കോൺഗ്രസ്. പിന്നെ അവസാനമായി ഇപ്പോൾ വമ്പന്മാർ, അതായത് ഇടതുപക്ഷ നിര. ശ്രീ പിണറായി വിജയൻ 6 തവണ MLA, അവസാന 2 തവണ ധർമ്മടത്തു നിന്ന് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. സന്ദർഭവശാൽ അദ്ദേഹം വരുന്നത് ഒരു പ്രദേശത്തു നിന്നാണ്, കണ്ണൂർ എന്ന പ്രദേശം. ആ ജില്ല കണ്ണൂർ CPMന്റെ ചെങ്കോട്ടയാണ്. AK ഗോപാലൻ, AK നായർ, ശ്രീ P വിജയൻ, KK ശൈലജ ഇവരെല്ലാം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അതാണ് ചെങ്കോട്ട. നമുക്ക് മറ്റൊരു പ്രമുഖനായ CPM പ്രമുഖനായ KN ബാലഗോപാലുണ്ട്. ശ്രീ ബാലഗോപാൽ നിലവിൽ കേരള സർക്കാരിലെ ധനകാര്യമന്ത്രിയാണ്. ഈ പദവി അദ്ദേഹം തോമസ് ഐസക്കിൽ നിന്ന് ഏറ്റെടുത്തതാണ്. ശ്രീ ബാലഗോപാൽ 2021 കൊട്ടാരക്കര സീറ്റിൽ വിജയിച്ചു. മുൻപ് അദ്ദേഹം ഒരു രാജ്യസഭാംഗമായിരുന്നു. പക്ഷേ അദ്ദേഹം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ആയതുകൊണ്ട് ഒരു യഥാർത്ഥ പ്രമുഖനാണ്. ഇനി നമുക്ക് CPMന്റെ വീണ ജോർജിലേക്ക് വരാം. അവർ ആറന്മുളയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിൽ അവർ 2016-ലും 2021-ലും വിജയിച്ചിട്ടുണ്ട്. അവർ നിലവിൽ ആരോഗ്യമന്ത്രിയാണ്. മുൻപ് ശ്രീമതി ശൈലജ വഹിച്ചിരുന്ന ഒരു പദവിയാണിത്. കോവിഡ് കാലത്ത് ആരോഗ്യ മന്ത്രാലയം കൈകാര്യം ചെയ്തതിലൂടെ നമ്മൾ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂടാതെ 2021-ൽ കേരളത്തിൽ ആർക്കും ലഭിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം അവർക്കായിരുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഡോക്ടർ ആരോഗ്യമന്ത്രിയായത്. KK ശൈലജ പേരാവൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. അവർ നിലവിൽ മട്ടന്നൂരിലെ സിറ്റിംഗ് അംഗമാണ്. ആ മണ്ഡലത്തിൽ അവർ 2021-ൽ 60,963-ന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അവർ 1996-ൽ പേരാവൂരിൽ വിജയിച്ചിരുന്നു. എന്നാൽ 2011-ൽ അവർ പരാജയപ്പെട്ടു. തുടർന്ന് അവർ മട്ടന്നൂരിലേക്ക് മാറി. പേരാവൂരിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് അംഗം സണ്ണി ജോസഫാണ്. അദ്ദേഹം കോൺഗ്രസ് കേരള പ്രസിഡന്റും അവിടെ 3 തവണ വിജയിച്ചയാളുമാണ്. അതുകൊണ്ട് പഴയ സീറ്റായ മട്ടന്നൂർ ഒരു സുരക്ഷിത സീറ്റായതിനാൽ അത് മറ്റാർക്കെങ്കിലും നൽകി 3 തവണ വിജയിച്ച സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് മറ്റുള്ളവർക്കായി പ്രചാരണം നടത്താൻ കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ തളച്ചിടാമെന്ന് ഒരുപക്ഷെ അവർ കരുതുന്നുണ്ടാവാം. ഇപ്പോൾ വളരെ രസകരമായ ഒന്നുണ്ട്. ഇതൊരു ഗോവിന്ദൻ വേഴ്സസ് ഗോവിന്ദൻ മണ്ഡലമാണ്. MV ഗോവിന്ദൻ എന്ന മാന്യൻ, അദ്ദേഹം CPMന്റെ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പിൽ നിന്നുള്ള സിറ്റിംഗ് MLAയുമാണ്. അദ്ദേഹം 3 തവണ സീറ്റ് നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു തവണ 90കളിൽ 2 തവണ ഇപ്പോൾ ജയിച്ചു. അതുകൊണ്ട് ശ്രീ KT ഗോവിന്ദൻ പറഞ്ഞു, അരേ യാർ, മറ്റാർക്കെങ്കിലും ഒരു അവസരം കൊടുക്കൂ. അപ്പോൾ ഇതിനെ മറികടക്കാൻ അവർ തീരുമാനിച്ചത് എന്തെന്നാൽ അവർ പറഞ്ഞു, ഇത്തവണ നമുക്കൊരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താം. ആ വനിതാ സ്ഥാനാർത്ഥി ആരായിരുന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത്? MV ഗോവിന്ദൻ്റെ ഭാര്യ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ 25 വർഷം മുൻപ് ഒരു പരിപാടിയിൽ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതാണ്. ബാക്കിയുള്ളവ മുലായം ടച്ചും സാഫ്രോൺ ടച്ചുമാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു അപവാദമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും മക്കൾക്കും വഴങ്ങുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഫലമായി ശ്രീ TK ഗണേശൻ, അദ്ദേഹം ഒരു വിമതനാണ്. അദ്ദേഹത്തെ UDF പിന്തുണയ്ക്കുന്നു. അവസാനമായി സുധാകരനുണ്ട്, അമ്പലപ്പുഴ. അദ്ദേഹത്തിന് ശ്രീ വിജയനുമായി ഒരു പ്രശ്നമുണ്ടെന്ന് ആളുകൾ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടിയില്ല. അതിനാൽ അദ്ദേഹം ഒരു വിമതനായി മത്സരിക്കുന്നു. ഇത്തവണ CPIയിൽ നിന്ന് 4 പേർ വിമതരായി മത്സരിക്കുന്നു. ഇനി ചോദ്യം ഇതാണ്, അവർ സ്വതന്ത്രരായി ജയിച്ചാൽ എന്ത് സംഭവിക്കും? അവർക്ക് വിപ്പ് ബാധകമാണോ? ഭൂരിപക്ഷത്തിന് അംഗബലം ആവശ്യമായി വന്നാൽ അവർക്ക് CPMലേക്ക് തിരികെ പോകാൻ കഴിയുമോ? അതിനാൽ നമുക്കറിയില്ല. പക്ഷേ അതാണ് കേരളത്തിലെ അതികായന്മാരുടെ കഥ. ഇനി ഒടുവിൽ ഇത്തവണത്തെ അഭിപ്രായ സർവേ പ്രവചനത്തിലേക്ക്. വിശ്വസനീയമായ എല്ലാ അഭിപ്രായ സർവേകളെയും ഒരുമിച്ച് വിലയിരുത്തിയാൽ അത് ഇങ്ങനെയാണ്. സർവേകളുടെ സർവേ പ്രവചിക്കുന്നത് വളരെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വാസ്തവത്തിൽ ഇതിലും ഇഞ്ചോടിഞ്ചാകാനില്ല. UDFന് 66 സീറ്റുകളും LDFന് 65 സീറ്റുകളും BJPക്ക് 6 സീറ്റുകളും സ്വതന്ത്രരും ചെറിയ പാർട്ടികളും പോലുള്ള മറ്റുള്ളവർക്ക് 3 സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിലെ അഭിപ്രായ സർവേകളുടെ ചരിത്രം വളരെ ശ്രദ്ധേയമാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ അഭിപ്രായ എക്സിറ്റ് പോളുകളുടെ കൃത്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ
വിശ്വസനീയമായ 58 പോൾസ്റ്ററുകൾ 90% തവണ ശരിയായ വിജയിയെ പ്രവചിച്ചിട്ടുണ്ട്. 90% തവണയും അവരുടെ പ്രവചനം ശരിയായിരുന്നു. വാസ്തവത്തിൽ 90% കൃത്യത എന്നത് വളരെ മികച്ചതാണ്. ശരി, അവസാനത്തെ അഭിപ്രായങ്ങൾ. ഉമ, എന്തുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നില്ല? നിങ്ങളുടെ യാത്രകൾ കാണിച്ചു തന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിൻ്റെ ഒരു സംഗ്രഹം മാത്രം മതി. അപ്പോൾ BJP ഒരു പ്രധാന മത്സരാർത്ഥി അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും 3 പ്രധാന മത്സരാർത്ഥികളുടെയും മുദ്രാവാക്യങ്ങൾ അവരുടെ ഇവിടുത്തെ നിലപാടുകളെ പ്രതിഫലിപ്പിക്കുന്നതായി തോന്നുന്നു. LDF പറയുന്നു മാറ്റാരുണ്ട് NDF അല്ലാതെ. അതിനർത്ഥം ഞങ്ങൾ തുറന്ന സമീപനമുള്ളവരാണ്, വെല്ലുവിളിക്കുന്നവരാണ്. ഈ സർക്കാർ തുടരാൻ നിങ്ങളോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് എന്നാണ്. കോൺഗ്രസ് പറയുന്നത് പുതിയുഗ യാത്ര എന്നാണ്. അതിനർത്ഥം ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നാണ്. അതാണ് ജനങ്ങൾക്ക് വേണ്ടതും. അതുകൊണ്ട് VD സതീശൻ കേരളത്തിലുടനീളം നടത്തിയതും ചലനമുണ്ടാക്കിയതുമായ ആ യാത്രയുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തേത് തീർച്ചയായും BJP ആണ്. അവർ പറയും ആ മാറ്റം ഇപ്പോൾ വരണമെന്ന്. മുൻപ് നടക്കാതിരുന്ന മാറ്റം എന്താണോ അത് ഇപ്പോൾ വരണം. CPM-നോ കോൺഗ്രസിനോ നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ആ മാറ്റമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ്. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. പ്രധാന വ്യത്യാസം മാറ്റിമറിക്കൽ, തുടർച്ച, മാറ്റം, പിന്നെ മാറ്റിമറിക്കൽ. ഇതാണ് അവര്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. വളരെ നന്നായി പറഞ്ഞു. നിങ്ങളുടെ സംഗ്രഹം. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം മുഖ്യമന്ത്രിയോട് ജനങ്ങൾ ഒടുവിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനാണെന്നതും സംസ്ഥാനത്ത് കുറച്ച് വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതും അവർ ഇഷ്ടപ്പെടുന്നു. പിന്നെ പൂർണ്ണമായും ആയവരുമുണ്ട്. അപ്പോൾ അത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ബലഹീനത, അത് അവരുടെ ശക്തി കൂടിയാണ്. ഇത് വോട്ടർമാർക്കിടയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നതെന്നത്. അപ്പോൾ അദ്ദേഹമാണ് നിർണായക ഘടകം എന്ന് നിങ്ങളുടെ എല്ലാ ഇതിലും നിങ്ങൾ കണ്ടെത്തി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് അവർ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയ രീതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയെ പോലെയാണ്. അവിടെ വേറെ ആരുമില്ല. അപ്പോൾ എല്ലാം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഫലം തീരുമാനിക്കുന്നത് അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരംഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് UDF-ന് സ്വയം തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം വളരെ കൂടുന്നു. ബാജ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ നേരിടേണ്ടതുമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള നിങ്ങളുടെ രണ്ടാം ഊഴത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രായോഗികതയ്ക്ക് മുൻഗണന നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ തീരുമാനമെടുക്കുന്നതിൽ ഇത് പ്രത്യയശാസ്ത്രത്തിന് മുകളിൽ മുൻഗണന നേടിയിട്ടുണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് ആവശ്യമുള്ള ഏത് വികസനത്തിനൊപ്പവും പാർട്ടി നിൽക്കും, അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനവുമായി യോജിക്കും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും വായിച്ചെടുക്കാം. എവിടെയാണ് പ്രത്യയശാസ്ത്രം വരുന്നത്, എവിടെയാണ് മറ്റെല്ലാം വരുന്നത്? ശരി, ഞാൻ കുറച്ച് ആളുകളോട് സംസാരിച്ച് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യൂ എന്ന് ഇപ്പോഴത്തെ സർക്കാരിന് പറയാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അവർ പറഞ്ഞത് ദേശീയപാതയെക്കുറിച്ചാണ്. അത് ഒരുപാട് കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് പൂർത്തിയായി. പുറത്തുനിന്ന് വൈദ്യുതി എത്തുന്നത് ഉറപ്പാക്കുന്ന ഒരു പവർ കോറിഡോറും നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാസ് പൈപ്പ് ലൈനുമുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത പുതിയ കാര്യങ്ങളാണിവ. നിങ്ങൾക്കറിയാമല്ലോ, 2020 മുതൽ എല്ലാ സ്ത്രീകൾക്കും 2000 രൂപ നൽകുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. പെൻഷൻ. അതെ, പെൻഷൻ. പ്രായപൂർത്തിയായ എല്ലാവർക്കും പെൻഷൻ. ഇനി മറുവശത്ത് UDF-ന്റെ കാര്യമോ? എന്തിനാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്? മാറ്റം എന്നതൊക്കെ പഴയ കഥയാണ്. സ്വജനപക്ഷപാതത്തിന്റെ ചില ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകൻ, മിസ്റ്റർ വിജയന്റെ മരുമകൻ, ഇയാളാണ് സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്നത്. നവീൻ പട്നായിക്കിനെ പരാജയപ്പെടുത്തിയത് ഇത്തരമൊരു കാര്യമാണ്. മൂന്നാമതായി ശബരിമലയും ഒരു വിഷയമാണ്. അഴിമതി വിഷയം. അതെ, അഴിമതി വിഷയം. സ്വർണം പിച്ചളയാക്കി മാറ്റുന്ന. അതെ അതെ. പിന്നെ അവർ ഓരോ സ്ത്രീക്കും പുരുഷനും 3000 രൂപ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു മുതിർന്ന പൗരനാണെങ്കിൽ കേരളത്തിൽ വന്ന് താമസിക്കുന്നത് ബുദ്ധിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ശരി, എനിക്ക് തോന്നുന്നു അവർക്കിത് വിലയിരുത്തി എങ്ങോട്ട് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടി വരും. പക്ഷേ ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അതെ. അപ്പോൾ അവസാനം നിങ്ങളുടെ പോൾ ഓഫ് പോൾസ് UDF-ന് 66 സീറ്റുകളും LDF-ന് 65 സീറ്റുകളും കാണിക്കുന്നു. നിങ്ങൾ പോളുകളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പോളുകളിൽ വിശ്വസിക്കുന്നു. പോളിംഗിന്റെ മുത്തച്ഛനായതുകൊണ്ട്. പക്ഷേ അവ അത്ര കടുത്തതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ റെക്കോർഡ് 90% കൂടുതൽ കൃത്യതയാണ്. അതെ, പക്ഷെ അത്ര കടുത്തത് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ശരിക്കും അറിയില്ല എന്നാണോ അത് സൂചിപ്പിക്കുന്നത്? അസാധ്യം. അല്ലെങ്കിൽ സാമ്പിളിംഗ് നല്ലതല്ല. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ,
മാസങ്ങൾക്കോ 2-3 ആഴ്ചകൾക്ക് മുൻപോയാണ് പോളുകൾ നടത്തിയത്. എങ്ങനെ പോളിംഗ് ശതമാനം? നമുക്ക് പോളിംഗ് ശതമാനം അറിയില്ല കൃത്യമായി. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനകം തന്നെ ഒഴികഴിവുകളെ പറ്റി ചിന്തിക്കുന്നു. അതെ, അവയെല്ലാം. ഒന്ന്, ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ നിങ്ങളോട് പറയൂ. ബാക്കിയുള്ളവ പിന്നീട് പറയാം. അതുകൊണ്ട് പോളുകൾ ശരിയാകാം, തെറ്റാകാം. അതൊരു വളരെ 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 നല്ല നിരീക്ഷണമാണ്. എന്തും സംഭവിക്കാം. കണ്ടതിന് വളരെ നന്ദി.